അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ അമലുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 113, 114 ആയത്തുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസ്വാറാ അലാ ഷൈഇൻ. വഖാലത്തിൻ നസ്വാറാ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ വഹും യത്ലൂനൽ കിതാബ കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിഥല ഖൗലിഹിം ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം. വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസ്വാറാ അലാ ഷൈഇൻ. ജൂതന്മാർ പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് യാതൊരുവിധ അടിസ്ഥാന പ്രമാണങ്ങളും ഇല്ല എന്ന്. വഖാലത്തിൻ നസ്വാറാ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ. എന്നാൽ ക്രിസ്ത്യാനികളാകട്ടെ അവരും പറയുന്നു, ജൂതന്മാർക്ക് യാതൊരുവിധ അടിസ്ഥാന പ്രമാണങ്ങളും ഇല്ല എന്ന്. എന്നാൽ അല്ലാഹു പറയുകയാണ്, വഹും യത്ലൂനൽ കിതാബ്. ഈ അടികൂടുന്നതിൻ്റെ ഇടയിൽ അവർ രണ്ടു കൂട്ടരും വേദം വായിക്കുന്നുണ്ട് താനും കേട്ടോ. അത് അല്ലാഹു പറയുകയാണ്, കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം. ഇതേ പ്രകാരം ഇവർ പറയും പോലെ തന്നെ വേദത്തെക്കുറിച്ച് അറിവില്ലാത്ത ചില ആളുകൾ മുമ്പും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടത്രേ. ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ശരി, അവർക്കിടയിൽ അവർ ഭിന്നിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ അന്ത്യനാളിൽ അഥവാ പരലോകത്ത് വെച്ച് അല്ലാഹു വിധി കൽപ്പിക്കുമത്രേ. വീണ്ടും അല്ലാഹു പറയുകയാണ്, വമൻ അദ്ലമു. ഇത്തരക്കാരുടെ ധിക്കാര നടപടികൾ നോക്കുക നബിയേ. മിമ്മൻ മനഅ മസാജിദല്ലാഹ്. ദൈവാലയങ്ങൾ പോലും മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നു കേട്ടോ. അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു. അല്ലാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു കേട്ടോ. വസആ ഫീ ഖറാബിഹാ. അവയുടെ അഥവാ പള്ളികളുടെ തകർച്ചയ്ക്കായി ശ്രമിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഉലൈക മാ കാന ലഹും. ഇതേപോലെ ചെയ്തവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട് നബിയേ? അയ്യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. ഇങ്ങനെയുള്ളവർക്ക് ഭയപ്പാടോടുകൂടിയല്ലാതെ ആ പള്ളികളിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. മാത്രവുമല്ല, ലഹും ഫിദ്ദുനിയാ. അവർക്ക് ഈ ലോകത്ത് നിന്ദ്യതയാണുള്ളത് കേട്ടോ.
വീണ്ടും അല്ലാഹു പറയുകയാണ്, വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് പരലോകത്താകട്ടെ അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷയും ലഭിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, പള്ളിയിൽ കിടന്ന് അടികൂടാൻ പാടില്ല. പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരോട് ഒരു താക്കീത് ചെയ്യുകയാണ്. ആരെയെങ്കിലും നിങ്ങൾ ഉസ്താദന്മാരെയോ അതുപോലെ മുഅദ്ദിൻ സാഹിബുകളെയോ ആരെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കമ്മിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പള്ളിയിൽ വെച്ച് പറയരുത് കേട്ടോ. അത് ഏറ്റവും വലിയ അതിക്രമകാരിയാണ്, ഏറ്റവും വലിയ അതിക്രമമാണ്. അതുകൊണ്ട് പള്ളിയിൽ ദുന്നവിയായ കാര്യങ്ങൾ പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആനും വ്യക്തമായി പറയുന്നു, യഹൂദും നസറാക്കൾ അവരുടെ കാര്യവും ഈ രണ്ട് കൂട്ടരും അല്ലാഹ് പറയുന്നു, വേദങ്ങളൊക്കെയും വായിക്കും അവരുമേ, എന്നാലോ അവരുടെ പെരുമാറ്റം എന്താണ്? വേദവും വായിക്കൽ ഇല്ലാത്ത ആളെ പോൽ. അവരുടെ സംസാരം മൂഢന്മാർ പോലെയാ. വേദങ്ങൾ വായിച്ചാൽ സമ്മതം മൂളേണം. അവരിലുള്ള വേദങ്ങളെങ്ങാനും അവർ വായിച്ച് പഠിച്ചാൽ ഈ പരിശുദ്ധമായ ഖുർആനെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ വായിച്ചാൽ തന്നെയും അവരിതാ പരസ്പരം തമ്മിൽ അടികൂടുകയാണ്. പരിശുദ്ധമായ ഖുർആനെ അവർ വിശ്വസിക്കുന്നില്ല. വർഗീയ തിമിരവും ബാധിച്ചു പോയല്ലോ ഈ കൂട്ടർ രണ്ടാൾക്കും. കിയാമോളം തന്നാണ്, കിയാമന്നാൾ വരെ ഇവർ നന്നാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ് കേട്ടോ. അല്ലാഹു പറയുന്നു ഖുർആനിൽ തന്നാണേ, താഴോട്ട് പറയാമേ ഞാനുമേ തന്നാണേ. ജൂതന്മാർ പറയുന്നു ക്രിസ്ത്യാനി അവർക്കുമേ അടിസ്ഥാന പ്രമാണം യാതൊന്നും ഇല്ലാന്നേ. നസറാക്കൾ പറയുന്നു ജൂതരാവർക്കുമേ അടിസ്ഥാന പ്രമാണം യാതൊന്നും ഇല്ലെന്നേ. അല്ലാഹ് പറയുന്നു അവരുമേ വേദവും നിത്യേനെ വായിക്കും, എന്നിട്ടും കഥയില്ല. ഇതുപോലെ തന്നെയും പറഞ്ഞല്ലോ മുമ്പുള്ളോ, അവർക്കുമേ വേദവും അറിയില്ല എന്നാണ്. ഇവരുടെ ഭിന്നിപ്പ് അല്ലാഹു കാണുന്നു, പരലോകം നാളിലും വിധി പറയും ഇതിനെയും. ഇത്തരം ആൾക്കാരെ ധിക്കാരം നോക്കേണേ, അല്ലാഹുവിനാലയം മറ്റുള്ള ആൾക്കാർക്ക് ഇവരും നിഷേധിക്കും. തടയുമേ പ്രാർത്ഥന നാശവും കൊണ്ടാടാൻ അവരും തുനിയുമേ. ഇവരെ കാലക്രമി ആരുണ്ട് നബിയാരെ? അല്ലാഹു ചോദ്യവും ചെയ്യുന്നു ഓർക്കേണേ. ഇവരുടെ നടപടി കാരണം തന്നാണ്, ഭയത്തോടെ അല്ലാതെ കടക്കാനും കഴിയില്ലേ. കാരണം എന്താണ്? മർദിത വിഭാഗം പ്രതികാര നടപടി കാട്ടിയാലെങ്കിലോ. ഇതുപോലെ ഉള്ളോർക്ക് ഇഹത്തിലും അപമാനം, പരലോക നാളിലെ കഠിനമാം ശിക്ഷയും. ഈ ഉള്ളായത്ത് വിശദമായി ഞാനുമേ പറയുന്നു, താഴോട്ട് കേൾക്കണം ശ്രദ്ധിച്ച്.
റബ്ബിന്നിതാ പള്ളിയിൽ പാടില്ല നീ, ദുനിയാ കലാമെല്ലാം ശരിയല്ലെന്നേ. ഇതിനാൽ പൊളിയുമേ അമരെല്ലാമേ, അറിയേ ഇത് കാര്യം മറന്നേക്കല്ലേ. കുശലം പറയുവാൻ പള്ളി വേണ്ട, വേറെ സ്ഥലം നോക്ക് അതിന് വേണ്ടി. പലരും ഇത് ചെയ്യും അറിവില്ലാതെ, കാര്യം കളിയല്ല അറിഞ്ഞേക്കണേ. അറിവും അമലുമേ ഉള്ളോർ തന്നെ ചെയ്യും ഇത് പൊന്നേ ശൈത്താൻ ചതിയാ. പള്ളിയിൽ ദുന്നവിയായ ഒരു കാര്യവും പാടില്ലാത്രേ, ഇത് ശൈത്താൻ്റെ ചതിയാണ്. പള്ളിയിൽ നമുക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നത്, കൂട്ടുകാരോട് സംസാരിക്കണമെന്ന് തോന്നുന്നത്, അത് ശൈത്താൻ്റെ ചതിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഒഴിവാക്കണം കേട്ടോ. അറിവുള്ളവർ തന്നെ ഇത് ചെയ്യുകയാണ്. പാടില്ല പാടില്ല പാടില്ല. ഞാനും ഇതാ മഹല്ലിൽ വലിയോൻ തന്നെ എന്ന മനോഭാവം അവർക്ക് മുണ്ടേ. ചിലരും അകം പള്ളിയിൽ കയർക്കും പൊന്നേ, അവരും ഇതാക്രമി തന്നെയാണ്. ഉറച്ചായിതാ ശബ്ദം ആരെ ചെയ്തോ, പള്ളി ഒരെണ്ണവും പൊളിച്ച പോല. പള്ളിയിൽ ആരും ഉറക്കയായാലും അടക്കമായാലും ദുന്നവിയായ കാര്യങ്ങളാരും സംസാരിച്ചോ, അവർ ഒരു മസ്ജിദ് അള്ളാഹുവിൻ്റെ പള്ളി പൊളിച്ചതുപോലെയാണ്. അത്രയും കഠോരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. കാര്യം ഇത് നിസ്സാരമല്ല, കളിയല്ല സഹോദരങ്ങളെ. അതിനാൽ പറയേണ്ടത് പുറത്ത് വെച്ച അകമിൽ ഇബാദത്ത് മതിയെ മാത്രം. നീട്ടി പരത്തി ഞാൻ പറയുന്നില്ലേ, അല്ലാ പറഞ്ഞതിൻ പൊരുള് പറഞ്ഞു. അല്ലാ പൊറുക്കേണം ഞങ്ങളോട്, എന്നും പൊറുക്കേണം ഞങ്ങളോട്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله نعلى كلام. السلام عليكم ورحمة الله.